ஹலோ மக்களே! வெல்கம் டு தி சேனல். தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர். வித் மீ மை தம்பி ஷினி பிரபாகர். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நெனைக்கிறேன். பார்க்கலனா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றேன், போய் பாருங்க. இப்போ பார்ட் 2க்குள்ள போயிடலாம். അടിയൻ കണ്ണവത്ത് നമ്പ്യാരും മകനും. ഇവർ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമസ്തേ. നമസ്തേ. ചെറക്കൽ തമ്പുരാന്റെ തിരകാണ്. ചെറക്കൽ. ഇപ്പൊ ചെറക്കൽங்கிறது எந்த இடம் ഗൈസ്? നെയിം சொல்லுங்க. ബോംബെയിൽ നിന്ന് വരുന്ന വോൾട്ടർ ഈവർ, സൂപ്രണ്ട് പീലെ ഇവരുമായി വ്യവസ്ഥകൾ സംസാരിക്കാൻ ക്ഷണം ചിറക്കൽ രാജാവിന്റെ മുമ്പിൽ വെച്ച്. യോജിപ്പിലെത്തിയാൽ തലശ്ശേരി കോട്ടയിൽ പോയി സന്ധി ഒപ്പിടാം. ചിറക്കൽ തമ്പുരാനാണ് മുൻകൈയെടുക്കുന്നത്. താഴത്തു നിന്ന് 1000 പേർ താമരശ്ശേരി വഴി വരുമെന്നാണ് കേൾവി. വടക്ക് നിന്ന് ഡൗ സാഹിബിന്റെ 2000 പേർ മാനന്തേരിയിലോ പുൽപ്പള്ളിയിലോ എത്തി യോജിച്ചൊരു താവളം ഉറപ്പിച്ചാൽ വയനാടൻ കാടുകൾ അരിച്ചു പിറക്കും. നമ്മുടെ ശക്തിയെ യമൻ താഴ്ത്തി കാണരുത്. കമ്പനിയുടെ ആയുധബലത്തെ പേടിച്ചല്ല, ചിറക്കലിന്റെ അഭ്യുദയകാംക്ഷയാണ്. അദ്ദേഹം വിളിക്കുമ്പോ വ്യവസ്ഥകൾ അറിയാതെ വാക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ തമ്പുരാൻ. ചിറക്കൽ തമ്പുരാൻ ആലോചനയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് എനിക്ക് ദോഷം വരുന്നതിനൊന്നും ചിറക്കൽ കൂട്ടുനിൽക്കില്ല. ആക്രമണമോ ഏറ്റുമുട്ടലോ ഉണ്ടാവില്ലെന്ന് ഡൻകൺ സാഹിബ് ചിറക്കലിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഒത്തുതീർപ്പിലെത്തണമെന്നാണ് എന്റെ ആഗ്രഹം. മതി അമ്മുക്കുട്ടി, എന്തൊരു കയ്പാ. വൈദ്യര് പറഞ്ഞ അനുസരിച്ച് ഇനി 4 ദിവസം കൂടി വേണം. കയ്പ് എനക്കും പിടിക്കാது. തമ്പുരാട്ടി, തമ്പുരാൻ ചിറക്കിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടു. എത്ര കാലം ഇങ്ങനെ കഴിയാ? എനിക്കത് ആലോചിച്ചിട്ട് സങ്കടമുണ്ട്. ഡങ്കൻ സാഹിബിനെ ഞാൻ തന്നെയാണ് ഓലയച്ചത്. കൊട്ടാരമില്ല, സൈന്യമില്ല, കിട്ടിയ മാളത്തിൽ കഴിയണമെന്നായിരിക്കും എന്റെ വിധി. കമ്പനിയുടെ ശക്തി ചെറുതല്ല ഉണ്ണി. ഏട്ടാ അറിയാം, ഏട്ടൻ ഇതുകൾ. എനിക്ക് ബുദ്ധി പോരാ. വേണ്ട ബുദ്ധി സൂപ്രണ്ട് സാഹിബ് ഉപദേശിച്ചു തരണം. ക്രിസ്റ്റഫർ പെലേക്ക് എഴുതിയ കത്തിന്റെ പകർപ്പ് സ്വകാര്യമായിട്ട് എനിക്കും എത്തിച്ചു കുമസ്തരൻ. ചെലവിന് പണം തരണം, രക്ഷിക്കാൻ പട്ടാളത്തെ തരണം, ഇതിനൊക്കെ പുറമെ പോരാത്ത ബുദ്ധിയും തരണം. എഴുതിയത് മറ്റാരുമല്ല, ഇപ്പോൾ കോട്ടയം രാജാവാണെന്ന് അവകാശപ്പെടുന്ന എന്റെ കാരണവർ വീരവർമ്മ. കമ്പനിക്ക് നാടുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പിന്നെ എന്താ പ്രയാസം? இவரோட டெரிட்டரி எடுத்துக்கிறாங்கன்னா உங்களுக்கு எப்போ எடுக்க முடியுமாங்க? ஸோ இன்னைக்கு இவருது, நாளைக்கு உங்களுது, எல்லாமே போயிடும். എന്താ കമ്പനിക്ക് വേണ്ടത്? കലഹങ്ങളില്ലാതാവണമെങ്കിൽ അവർ പറയുന്നത് അല്ല, ഉണ്ണി തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും നാട്ടിലോ പോയി 2-3 കൊല്ലം താമസിക്കണമെന്നാ. இவர்தான்ல ஏன் ட்ராவங்கூரில் அப்படி என்ன இருக்கு? ജയിലാ മേബി. ഇംഗ്ലീഷുകാരുടെ ശക്തി എത്ര വലുതായാലും ശരി, എനിക്കാവും വിധം ഞാൻ അവരെ എതിർക്കും. ഭരണം തിരിച്ചു കിട്ടാനല്ല, കച്ചവടം ചെയ്യാൻ വന്ന ഒരു കൂട്ടം ആളുകളാണോ നാട് ഭരിക്കേണ്ടത്? എനിക്കതേ ചോദിക്കാനുള്ളൂ. അപ്പോ ഉണ്ണി തലശ്ശേരിക്കില്ല. ഏട്ടനെ എനിക്ക് ബഹുമാനാണ്. കോട്ടയത്തിന് വന്ന ഗതി നാളെ ചിറക്കലും വരും. ഏട്ടൻ അത് മനസ്സിലാക്കണം. സ്വയം നാട് കടത്തുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ ഞാൻ സമ്മതിക്കുന്ന ഏട്ടൻ കരുതിയോ? നാട്ടിൽ സമാധാനം വേണം, എനിക്കതേ പറയാനുള്ളൂ. എനിക്കും. മാക്കത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? വിശേഷിച്ചൊന്നുമില്ല അവിടെ പറഞ്ഞോളെ. മടക്കത്തിന് കൈതേരിയിൽ ഒന്ന് കയറണില്ലേ? ഒന്ന് കയറിയിട്ട് പോയിക്കോളൂ. இப்போதான் ஒய்ஃப் ஞாபகம் வருது. அம்புராட்டி இந்த ஏரியாவுக்கு பேர் முத்தம். தமிழ்ல முத்தம். ஆக்சுவலி கைஸ், இந்த மாதிரி ட்ரெடிஷன் வந்து இங்கே இருக்கு. எஸ், துளசி செடி வச்சு நடுவில் இது பண்ணி இங்கே வந்துட்டானுங்களா? ആരും വിളി കേൾക്കില്ല. അനങ്ങാതെ ശബ്ദിക്കാതെ ഇരിക്കണം. കമ്പനിയുടെ കൽപ്പന അനുസരിച്ച് വന്നവരാണിവർ. തമ്പുരാനൊരു വിവരം അറിയിക്കാൻ വന്നതാണ്. അകത്തെങ്ങുമില്ല യമാനെ. அவர் அப்பவே சொன்னாரு, பயப்பட வேண்டியது நம்ம ஆளுங்களுக்கு தான். തമ്പുരാൻ എവിടെ? എവിടെ തമ്പുരാൻ? കമാര, നമ്മുടെ ആളുകൾ മട്ടന്നൂർ വഴി മടങ്ങി പോട്ടെ. രാത്രി നീ മാത്രം മതി, അകമ്പടിക്കാരും. ഇവിടെ 3-4 കാവൽക്കാർ പതിവുണ്ടായിരുന്നില്ലേ മാക്കം? അവരൊക്കെ എവിടെ പോയി? அவருக்கு தெரியல. அப்படி இருக்க வாய்ப்பில்ல. போட்டாரோ? ഇതാ പ്രസാദം. കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു. வெளியே ஆளுங்க இருக்காங்கன்னு நினைக்கிறேன். വടക്കുപുറത്ത് മേനാവ് നിർത്തിയിട്ടുണ്ട്. നടത്തിക്കൊണ്ട് പോരുമെന്നാണ് സായിപ്പിന്റെ കൽപ്പന.
വഴി കാണിക്കാൻ നീ തന്നെ വന്നു അല്ലേ? ഞാൻ കുറുപ്രനാടിന്റെ കാര്യസ്ഥപ്പണി വിട്ടു. കമ്പനിയാണ് എനിക്ക് ശമ്പളം തരുന്നത്. കോട്ടയത്തിന്റെ മുഴുവൻ പിരിവെടുക്കുന്ന തുക്കിടി ഞാനാണ്. കമ്പനി കൽപ്പിച്ചു, ഞാൻ കൂടെ വന്നു. എന്നെ പിടിച്ചു കൊടുത്താൽ നിനക്ക് എന്ത് സമ്മാനം തരും? ഒരു സംശയം ബാക്കി. എത്ര പണം കിട്ടിയാലാണ് ഒരാളുടെ ആർത്തി തീരുക? തമ്പുരാൻ എഴുന്നേൽക്ക്. அடைச்சவரங்க வைக்கும் பொழுது பட் கன்ஸ்க்கு அகைன்ஸ்ட் என்ன பண்ண முடியும்? മാക്കം, ഊണിന് നിൽക്കാൻ സമയമില്ലെന്നാണ് ഇവർ പറയുന്നത്. വിരുന്ന് സായിപ്പിന്റെ കൂടെ. വെള്ളം കിട്ടിയില്ല. വേണ്ട, നടക്കട്ടെ. கோட் வேர்ட் மாதிரி இருக்கு. அவர் உள்ள வந்தப்ப தண்ணி கேட்டாரு. அப்புறம் என்ன நினைச்சாரு? கோட் வேர்ட் மாதிரி இருக்கு. എന്നാ കേറണം. ഇതാ വെള്ളം. இருக்கலாமோ? உருளி இருக்கு உள்ள. கொஞ்சம் லாங் ரேஞ்சஸ் அது. ஸ்வாடை விட கொஞ்சம் எஃபிஷியன்ட் ஃபார் லாங் ரேஞ்சஸ். பயங்கர டேஞ்சரஸ் வெப்பன். ஆமா, செல்ஃப் ஹார்மிங் கூட. ஹார்மபிள். வா. இல்ல யாருங்க? ஓ நைஸ். ஒரு சின்ன பிளேடு கிழிச்சா பயங்கர டாக்டிக்கான ஒரு வெப்பன் தான். தம்பி துக்கடா இங்க வாங்கப்பா. ஒளிஞ்சுக்கிட்டாரு அவரு. ഇങ്ങതാ ഇരിക്കാരാ? ഇവരൊക്കെ മേനാവൽ എടുത്തിട്ടിട്ട് മേലാളന്മാരുടെ അടുത്തെത്തിക്കും. സായിപ്പന്മാര് കാത്തിരുന്ന് മുഷിയുണ്ടാവും. இல்ல ஒரு சும்மா விட்டாங்க. ஒரு 2 பூரா அவுட்டா போடும்பா. கோட்டையம் கோட்டையம். I'm tired. They suggested we go by boat from Mangalore, yet you would insist on trekking through the forest. Now enjoy your little picnic. Huh? Careful, darling. இவங்க 2 பேரும். Tommy, how far is Talacheri? Ask him. நல்லா சரி. பிரியாணிக்கு ஆசைப்பட்டு போயிட்டாங்க போல. ഇനിയും 5-8 മണിക്കൂർ നടക്കണം. 8 hours only. 8 hours? Yes. Then we should make a camp somewhere here. It's not safe here. Wild animals? A wild man and his band of rebels. He's fighting the company. What does he want? He wants the British to quit. Why? He says this is his land. Is it? Oh my god. Ignorance is bliss. How sweet. Sweet. Oh shit. Who is it? Survival instinct 0. Dora! சாமியை கூப்பிட்டு இவ்வளவு தூரம் நடக்க தெரிய வேணாமா? Come out, you devils! அது முரட்டால இறங்கிட்டு இருக்கான். ரெண்டு பேருக்கு இத்தனை பேர் கொஞ்சம் ஓவர் கில் தான். கன் வச்சிருக்காங்கல்ல, கன்னு நீ புடிச்சு கூட்டிட்டு வராங்கன்னு நினைக்கிறேன்டா. மசாலா தடவி போட்டாங்கன்னா முடிஞ்சு சொல்லி அந்த ரேஞ்சுக்கு பாவம் டாமி காதலுக்காக என்னென்ன பண்றாரு. ட்ரெக்கிங் கேக்குது, ட்ரெக்கிங். നീയേ ഒന്ന് മാറ്റിട്ടായി. പട്ടാളക്കാരാന്ന് തോന്നുന്നു. സായിപ്പ് തോക്ക് ചൂണ്ടിയപ്പോ ഞാൻ ഒരു അമ്പ് വിട്ടു. ഇത് ഇവരുടെ സഞ്ജീനെ കിട്ടിയ ചീട്ടാ. ഇതെന്താ നോക്ക്. അസിസ്റ്റന്റ് കളക്ടർ ബേബർ, കമ്പനിയുടെ ആള് തന്നെ. കളക്ടർ ഞാൻ പഴശ്ശി കേരളവർമ്മ, യുവർ എനിമി. തമ്പുരാന്റെ കൊട്ടാരം കുളം തോണ്ടിയപ്പോ 24 കാവൽക്കാരെയാണ് കമ്പനി പട്ടാളം കൊന്നത്. എന്ത് ചെയ്യണം? ചിറയിലിട്ട് പൂട്ടാം. മതി. അതല്ല വേണ്ടത്. രണ്ടിന്റെ തല വെട്ടി ഒരു ചൂരൽ കൊട്ടലാക്കി വലിയ സാഹിബിന് അയച്ചു കൊടുക്കാം. കൽപ്പിച്ചാ മതി. ഒന്നും വേണ്ട. ഇവരിപ്പോ നമ്മുടെ അതിഥികളാണ്. അതിഥി ദേവോ ഭവ. സായിപ്പേ, ഞങ്ങൾക്കൊരു ചൊല്ലുണ്ട്. അതിഥി ദേവോ ഭവ.
அப்படிதான்டா நாங்க வந்து மாட்டிக்கிட்டோம். அப்படிதான் மாட்டிக்கிட்டோம். அப்பதான் எங்களுக்கு சரி எங்கடா അടിയൻ സായിപ്പിന്റെ കാലിൽ മരുന്ന് വെച്ച് കെട്ടി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. നേരം സന്ധ്യയാവാറായി. കാട്ടാനകൾ ഉള്ളതാണ്. പ്രഭാതത്തിൽ കണ്ണുകെട്ടി ചുരമിറക്കി വിട്ടേക്ക്. அப்படி ஈஸியா விடக்கூடாது. ஏதோ ட்ரேட் பண்ணணும். அசிஸ்டன்ட் கலெக்டர்னு சும்மாவா? നോ ഗുഡ് ഡീഡ്സ് ഗോ അൺപണിഷ്ഡ്. എന്താ ചോദിച്ചേ? വിഷമുണ്ടെന്നാ ചോദിക്കുന്നേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ച്. വിഷമുള്ള അമ്പ് വേറെ ഉണ്ട്. കച്ചവടക്കാരെയൊക്കെ പട്ടാളം പേടിപ്പെടുത്തിയിട്ടുണ്ട്. അരി ഉപ്പും മുളകൊന്നും ഇനി അധികം വരില്ല. ഇക്കണ്ട ആളുകൾക്ക് ചോറും കൂട്ടാനും വിൽക്കാൻ അടക്കളയിൽ നിങ്ങൾ ആകെ 10 ആളാ. തമ്പുരാനെ പിടിച്ച് പട്ടാളം സഹിക്കാണ്. വായിൽ വെക്കാൻ കൊള്ളില്ല നീ ഉണ്ടാക്കി തോന്നുന്നു. ഈക്വലി என்னடா உட்கார சோறு கொடு லெஃப்ட் ரைட் தலைமையை நடுவில் அது பரவாயில்ல. அந்த மாதிரி ஜாலியா சாப்பாடு போறீங்களா போடுங்க அங்க பாரு அங்க பாரு அந்த மாதிரி ட்ரெக்கிங் போன மாதிரி உட்காந்து சாப்பிட்டுக்கிட்டு இருக்கான். சாப்பாடு சொல்லி கொடுக்கிறாரு. இவங்க இதே இந்தியா டூர் இவ்வளவு ஸ்பைஸ்லாம் தாங்க முடியாது இவங்களுக்கு. நோ ஸ்பைஸ் நீ சாப்பிடுறா. உனக்கு வந்து காரமே ஸ்பைஸ் தான். காரமே ஸ்பைஸ் தான். இதுதான் நம்ம ஆரம்பத்துல பார்த்த ஒரு இடம். இந்த ஃபோர்ட் ஆக்சுவலி இருக்கா கைஸ்? இருக்குனா எங்க இருக்கு? But it was a delightful adventure. உயிரோட வந்ததனால அட்வென்ச்சர். அம்பு குத்துறது அவருக்கு, உனக்கு இல்ல. Dora. Dora. Pleased to meet you. டோராவின் பயணங்கள். Thank you. Please, shall we begin? So, you met Parasi? Yes, we were his guests. Guests? You had guns and porters. You could have taken him in. He is a gentleman, not a wild man as you had said. Quiet, Dora. Pardon me? Explorer. What was that? Nothing. He has killed hundreds of our men. And how many men were killed by your soldiers on his side? Don't ask silly questions, darling. This is war. Do you remember the place? It will be difficult to find him in a dense forest. Ha! We shall take a regiment to the forest and hunt him down this instant. நான் ஃபர்ஸ்ட் அட்வென்ச்சர்ல இருந்து லேர்ன் பண்ணலோனே. இவங்க டோரா தி எக்ஸ்ப்ளோரர் பேர் இவங்களும் போறானுங்க. இத்தனை பேருக்குலாம் சாப்பாடு கொடுக்க முடியாது. சாரி. மாட்டிப்பாங்க. அதுவே டோரா இருந்தனால தான் சாப்பாடு கிடைச்சது. இல்லன்னா புடிச்சு உட்கார வச்சிருப்பாங்க. உள்ள என்ன இருக்கு? How do I know? Guns and stuff போல. சிக்னல் வா. അതല്ല വഴി, ഇതാണ് വഴി. ഇങ്ങോട്ട് വാ. ഫുഡ് കടത്തറാണല്ലോ. Sir, they are going wrong way. Could be supplies are there. Those are bloody weapons. Weapons are. They may be among the rebels. மொத்தமா கிரேட்ஸ் காலி. They're getting away with our rifles. அவங்கள்ட்ட இப்ப கன்ஸ் இருக்குல்ல. நைஸ். சரத்குமார் மாஸ் காட்றாப்ல. ஆனா அவரு அங்க போய் போராடிக்கிட்டு இருக்கிறது தான் நமக்கு வித்தியாசமா இருக்கு. But it's okay. Come on, boys, attack. அவ்வளவுதான். ரெட் கோட்ஸ். பிரிட்டிஷ் சோல்ஜர்ஸ் வந்து ரெட் கோட்ஸ்மா. ஏன்? அவங்க ரெட் கலர் ட்ரெஸ் போட்டுருப்பாங்களா? ஸ்காட்ஸ்க்கு வந்து எங்களுக்கு பிடிக்காது. ஸ்காட்டிஷ் பீப்புள், அயர்லாந்து பீப்புளுக்கு. ഇതാ അവൻ പൊരുളെടുത്ത് അവനെ പൊരുള്. വെടിമരുന്നുകൾ നനവില്ലാത്തടത്ത് സൂക്ഷിക്കണം. കുറെ തോക്കുകൾ കൂടെ കിട്ടിയത് ഏതായാലും നന്നായി. ജഗതി ചാക്കാവ് പോരാറ്. തലശ്ശേരി ഫാക്ടറി ഓഫീസിൽ വായിച്ച് ഡങ്കൺ സാഹിബിന്റെയോ മക്ലിയോഡ് സാഹിബിന്റെയോ സമക്ഷത്തിലെത്തിക്കാൻ. ഈ വയനാട്ടിൽ നിന്നും നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ കമ്പനി പട്ടാളക്കാരും സേവകരും ഉടൻ താവളങ്ങൾ വിട്ട് ചുരമിറങ്ങി പോവുക. ഞങ്ങൾ 3 ദിവസത്തെ കാലാവധി തരുന്നു. മടങ്ങിപ്പോകുന്ന ആരെയും പഴശ്ശി സൈന്യം ആക്രമിക്കുകയില്ല. കാലാവധി കഴിഞ്ഞ ശേഷവും വയനാട്ടിൽ കാണുന്ന കമ്പനി പട്ടാളക്കാരോട് ഞങ്ങൾ യുദ്ധനിയമങ്ങൾ പാലിക്കുന്നതല്ല. വെട്ടിയെടുത്ത തലകൾ ദിവസവും കോട്ടവാതിൽക്കൽ എത്തിച്ചേരുന്നതാണ്. ഈ കുറിപ്പ് കോട്ടയിലെത്തിയ ദിവസം മുതൽ 3 ദിവസം അവധി തരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ ശ്രീകൃഷ്ണജയം ഒപ്പ്. 3 days. They allow 3 days to withdraw the army from Wayanad. Otherwise, they say
they will kill all of the company's army in Wayanad. That is all. This is not a letter. It is a threat. A warning to the company. அப்புறம் கொடுக்காமல இருப்பாங்க. Dangerous man. இவங்க மட்டும் என்ன கொஞ்சிக்கிட்டே இருக்காங்க. இவனோட சுட்டு Got it, sir. அவங்க நினைச்சவங்களால சுட்டு Translate the கொண்டுட்டாங்க. letter and send it to Governor Duncan immediately. Yes, sir. Let us await the orders from Bombay. அதுவே 3 നാളാകും. കമ്പനിയുമായി ഒത്തുതീർപ്പിലാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഇനി എന്താന്ന് വെച്ചാ എല്ലാരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. കുറുമ്പ്രനാടിനെ മാറ്റി பாருங்க, pink இருக்கு பாரு. കിഴക്കേ പോകലെ ഉണ്ണിയുടെ ജ്യേഷ്ഠൻ തമ്പുരാനെ വരുത്തി ഭരണാധികാരം ഏൽപ്പിക്കുന്നു. കറക്റ്റ്. പ്രധാന കാര്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എതിരല്ല. ഭരണം ഇതാ എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് തന്നാലും ഞാൻ സ്വീകരിക്കില്ല. എന്റെ ജ്യേഷ്ഠനാണ് അതിന് അർഹത. അത്രമാത്രം മതിയോ? മുഖ്യന്മാർ എല്ലാവരുമായി ആലോചിക്കണം, മറ്റു വ്യവസ്ഥകളും അറിയണം. സന്ധിക്ക് അവർ വന്നതാണ്. നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ല. ഡങ്കൻ സാഹിബ് മാന്യത വിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പേരിയും താമരശ്ശേരിയും മറ്റും നമ്മുടെ കയ്യിൽ. കൊട്ടിയറിയിപ്പും ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടും ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വന്നു ചേരുന്നു. സന്ധിയാവാന്ന് സാഹിബിന് തോന്നിയത് അതുകൊണ്ടല്ലേ? യുദ്ധം അവസാനിച്ചാൽ എല്ലാവർക്കും നല്ലത്. ப்ராப்பர் ட்ரேடர் மாதிரி பேசுறாரு. ட்ரேடர்ஸ்க்கு தான் வந்து வார்னு பிடிக்காது. എല്ലാ സൈഡ് കൊല്ലാനും കണക്ഷൻസ് ചാവാനും തയ്യാറായി അവർക്ക് ആളുകളുണ്ട്, നമുക്കും. പക്ഷേ ഇതിനിടയിൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ മറക്കരുത്. നാട്ടുകാർ. പടത്തലവന് പറയാനുള്ളതും പറയാം. പഴശ്ശിത്തമ്പുരാന്റെ മാനം കാക്കാൻ പൊരുതിയവരാണ് ഞങ്ങൾ. ഇനിയും പൊരുതും. സന്ധി ആലോചിക്കുമ്പോ അത് മനസ്സിലുണ്ടായ മതി തമ്പുരാൻ. கேமராமேன் இங்க வீரபாண்டிய கட்டபொம்மன் மாதிரி அங்க. Welcome, Parasi. I am the governor, Duncan. Nice to meet you. Please be seated. ஆனா இவர் ஏன் இந்த முடி வச்சிருக்காரு? அது முடியல, அது சும்மா விக். அதான் அது இவங்க வந்து ட்ரெடிஷன். இப்போ வந்து ஒரு ஹையர் போஸ்டிங்ஸ்ல இருக்கீங்களா அந்த மாதிரி வைக்கணும்னு ஒரு எப்படி கோர்ட் வந்து இது பிளேசர்ஸ்ல எப்படி அஃபிஷியல் இது மாதிரி. இட்ஸ் ஃபனி. இட்ஸ் ஃபனி. Explain, Bandare. യെസ് സർ. 1, തിരുവിതാംകൂറിലേക്ക് പോയ പഴശ്ശി കേരളവർമ്മയുടെ ജ്യേഷ്ഠനെ കോട്ടയത്തെ ഭരണാധികാരം ഏൽപ്പിക്കണം. 2, യുദ്ധം അവസാനിപ്പിക്കുന്നതിനാൽ കോട്ടയം നിവാസികൾക്ക് വീടുകളിലേക്ക് തിരിച്ചു വരുന്നതിനും പോകുന്നതിനും ഒന്നും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. 3 പഴശ്ശി തമ്പുരാന് കോട്ടയത്ത് താമസിക്കാൻ ജീവനാംശമായി പ്രതിവർഷം 8,000 ഉറുപ്പിക നൽകാൻ കമ്പനി സമ്മതിച്ചിരിക്കുന്നു. 4, പഴശ്ശി കോവിലകത്തു നിന്നും പട്ടാളം കൊണ്ടുപോയ ദ്രവ്യങ്ങളും പണവും തിരിച്ച് കേരളവർമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ട നടപടികൾ മലബാർ കമ്മീഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. ഈ കരാർ വ്യവസ്ഥകൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പിരിഞ്ഞാൽ സാക്ഷികളായി ഒപ്പുവച്ചവർ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറാണെന്ന് ഇതിനാൽ ഉറപ്പ് നൽകുന്നു. நல்ல டீல் தான், பட் டூ குட் டு பி ட்ரூ மாதிரி. Just a minute. Yes? என்ன சொல்றது? He is here and he's alone. Why can't we arrest him right now? He is not alone. See? அங்கிருந்து கன்னு வேற இருக்கு. அபி நீ என்ன பிளான் பண்றன்னு எனக்கு தெரியும். ஐயோ நீங்க இங்க இருக்கீங்க. കമ്പനിക്ക് വലിയ പട്ടാള ബലമുണ്ട്, അറിയാം. പക്ഷേ ഞങ്ങൾക്കതിൽ ഭയമില്ല. ഞങ്ങൾ അവസാനം വരെ എതിർത്ത് നിൽക്കും. അവകാശങ്ങൾക്ക് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. The company's military is very strong, we know, but we will resist to the last to uphold our rights. Our rights, dignity and freedom. Important point, we are not afraid of them. சொல்ல மாட்டேன்டா அவர். இவர் சொன்னாரு. இவர் சொல்லல. ആളുകൾ സമാധാനത്തോടെ കഴിയണം. He says people should live in peace. My people. അടയാളത്തിലെ പോறது. Baby. You are a very wise man. அப்படி சொல்லி தான் ஏமாத்திட்டீங்க. சரத்குமாருக்கு இதுல விருப்பம் இல்லைன்னு நினைக்கிறேன். He's a fighter. He wants to fight. I think இந்த ட்ரீட்டி இவர் மீறிடுவார்னு நினைக்கிறேன். യുദ്ധം കഴിഞ്ഞല്ലോ, കുടുംബ ചെലവ് വെച്ച് കിട്ടാനാണോ?
ഇക്കണ്ട ആളുകൾ ജീവൻ കളഞ്ഞത്? കരാറിൽ ഒപ്പിട്ടു. കോട്ടയത്തെ ജനങ്ങൾ സമാധാനമായി കഴിയട്ടെ എന്ന് വിചാരിച്ചു, ഒപ്പിട്ടു. പട്ടാളത്തിന്റെ പാസ് വാങ്ങി വേണം നാട്ടിലിറങ്ങി നടക്കാനെന്ന് വന്നാൽ ജനങ്ങൾ ആരെ ശപിക്കും? എന്നെ. തലശ്ശേരിക്ക് വരാൻ എനിക്കും കൂടി പാസ്. കഥകളിയും ചതുരംഗവുമായി ഇവിടേക്ക് ഇനി സ്വൈര്യമായിരിക്കാം. കുളിയും തേവാരവുമായി ജ്യേഷ്ഠൻ വലിയമ്പ്രാനും സ്വസ്ഥം കഴിയാം. സൈന്യത്തെ പിരിച്ചുവിടാമെന്ന് ഞാൻ ഒപ്പിട്ടിട്ടില്ല. അത് കരാറിലില്ല. കുങ്കൻ, നീ ഇപ്പോഴും പഴശ്ശിപ്പടയുടെ നായകനാണ്. பிட்ரே பண்ணுவானோ? Looks like it. நான் ஒரு ஏரியா வரைக்கும் பசுமையா இருக்கு, ஒரு ஏரியா ட்ரையா இருக்கு. டாப் ஆஃப் த ஹில். ஐ திங்க் ஹி வாண்ட்ஸ் டு ஃபைட் அஸ். இவங்களுக்குள்ள தான் காம்படிஷன் நினைக்கிறேன். ஐ திங்க் தே ஆர் இன் இட் ടുഗദർ. തലശ്ശേരിക്കോ? നിശ്ചയിച്ചിട്ടില്ല. കമ്പനിക്കാർ പട്ടാളത്തെ എടുക്കുന്നുണ്ട്. പട്ടാളക്കാർ പണി കിട്ടുന്നിടത്തേക്ക് പോകും. കൈതേരിയമ്പ് വിട്ടുന്ന് കേട്ടാൽ പലരും പോയെന്ന് വരും. പിന്നെ പഴശ്ശിപ്പടയ്ക്ക് എന്ത് ബലം? സന്ധി കഴിഞ്ഞില്ലേ, പിന്നെന്തിന് പട? തമ്പുരാൻ പട പിരിച്ചു വിട്ടില്ല. അതുകൊണ്ട് ജയിലിലടയ്ക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. പടത്തലവൻ കുങ്കൻ കൂടെയുണ്ട്. ആ ഭയവും വെള്ളക്കാർക്കുണ്ട്. പടത്തലവന് ഒറ്റയ്ക്ക് എന്ത് കരുത്ത്? ഇടവും വലവും പിന്നിലും രക്ഷിക്കാൻ ആളുണ്ടെന്ന വിശ്വാസം ധൈര്യം തരുന്നു. ആവുന്നത് ചെയ്യുന്നു. തലശ്ശേരി കോട്ടയിൽ മൈസൂരിന്റെ അബ്ദുൽ ഖാദറെ വീഴ്ത്തിയ കഥ കമ്പനി പട്ടാളം ഇന്നും പറയാറുണ്ടത്രേ. അന്ന് വീണില്ല. നല്ല നേരത്ത് വീഴാൻ കഴിയുന്നതാണ് പടയാളിയുടെ ഭാഗ്യം. ഒരു പാട്ടുകഥയിലൂടെ അയാൾ വലുതാവും. നാടൻ കരുവാന്റെ വാളിൽ മായവും മന്ത്രവും കെട്ടുകഥകളും ഉറഞ്ഞു കയറും. ഞാൻ വന്നത് യുദ്ധത്തിന്റെ രീതി മാറി. തോക്കും വാളും വശമുള്ളവർക്കേ ഇനി പട നയിക്കാനാവും. പഴശ്ശിപ്പട നീയാണിനി നയിക്കേണ്ടത്. பொறாமையில பண்ணியிருக்காரு, பொசிஷன் கிடைக்கலன்னு சொல்லி. ഞാനുണ്ട്. அதான் நான் தான் இவங்க ரெண்டு പിന്നിൽ பேத்துக்குள்ள എവിടെ നിന്നാലും മതി. ഒരു മാനക്കേടും എനിക്ക് തോന്നില്ല. പടത്തലവൻ ഇടച്ചേന കുങ്കൻ അമ്പുവിന്റെ കീഴിൽ പരിഹസിക്കുകയാണോ? കൈതേരിക്കാരെ പോലെ ഒരു പാരമ്പര്യവും എനിക്കില്ല. ഭാഗ്യം കെട്ടൊരു താവഴിയിൽ ജനിച്ചു. ഉച്ചക്കഞ്ഞിയുടെ സമയം നോക്കി ചുറ്റിത്തിരിഞ്ഞടക്കുന്ന ചെക്കനോട് പിണ്ടാലി നമ്പീശൻ ഗുരുക്കൾക്ക് ദയ തോന്നി. ഒരു കച്ച കൊടുത്തു, ഒരു തുട എണ്ണ കൊടുത്തു. തമ്പുരാൻകുട്ടിയുടെ ഭാണ്ഡം ചുമക്കാൻ അവൻ മതിയെന്ന് നിശ്ചയിച്ചു. തുളുനാടൻ കളരി കഴിഞ്ഞെത്തി എന്നൊക്കെയാണ് നാട്ടിൽ പറയാറ്. കെട്ടുകഥകൾ വേറെയുമുണ്ട്. പടനായകനായപ്പോ കുടുംബ മഹിമയുടെ കഥകളും ഉണ്ടാക്കി. സ്വന്തക്കാര് തന്നെ. എല്ലാം തമ്പുരാൻ അറിയാം. അന്ന് പൊതിച്ചോറിൽ പകുതി നീക്കി വെച്ചപ്പോ തമ്പുരാൻകുട്ടി ചിരിച്ചു. പരിഹാസമില്ലാത്തൊരു ചിരി. വയറ് നിറഞ്ഞു, മനസ്സും. ഏൽപ്പിച്ച പണികളൊക്കെ ചെയ്തു. പട നയിക്കാൻ പറഞ്ഞപ്പോ വാള് വെച്ച് തൊഴുത് അതും ഏറ്റെടുത്തു എന്ന് മാത്രം. തമ്പുരാൻ വെറും യജമാനല്ല, എനിക്കൊരു വളർത്തച്ഛനാണ്. വളർത്തച്ഛൻ. വലിയ യുദ്ധം വരും. തമ്പുരാൻ തോൽക്കരുത്. Finally somebody loyal. Thank you for watching part 2. நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye.